30 വർഷത്തിന് ശേഷം മലയാളം എഴുതുകയാണ് ഒരമ്മ. പ്രീതിയാണ്. അപ്പം എറണാകുളത്ത് നിന്നാണ്. അതെന്നെ കേട്ടപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അനൂപിൻ്റെ വിഷ്വൽസാണ് വൃന്ദാവന യാത്ര നടത്തുന്ന വിഷ്വൽസാണ് നമ്മുടെ വീഡിയോയിൽ കുറച്ച് ദിവസം ഉണ്ടാവുക. അപ്പം നമുക്കൊരു ഭാഗ്യമാണ് അങ്ങനെ ഒരു വിഷ്വൽസിന് നമ്മൾ അനുഭവം പറയുകയാണ്. അപ്പം 30 വർഷത്തിന് ശേഷം മലയാളം എഴുതുക. ആഹാ! കേൾക്കാം. പ്രീതി എറണാകുളം. ബഹുമാനപ്പെട്ട ശ്രീകാന്ത് സാർ, ഞാനൊരു അനുഭവ കഥ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് ദൈവത്തിനോട് അടുത്തുട്ടോ. എൻ്റെ ഓരോ പ്രയാസങ്ങളിലും എൻ്റെ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ എൻ്റെ കൈപിടിച്ച് വളരെയധികം മികവുറ്റ രീതിയിൽ എൻ്റെ ജീവിതം ഉയർത്തി. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ത്രിമധുരത്തിൽ വരുന്ന അനുഭവ കഥകൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. ഏറ്റവും അധികം കേട്ട കഥകൾ മഞ്ചാടിക്കുരുവിൻ്റേതാണ്. അങ്ങനെ എനിക്കും ഒരു മഞ്ചാടിക്കുരുവിൻ്റെ അനുഭവം ഉണ്ടായി. ഒരു ദിവസം ഞാനിങ്ങനെ അനുഭവം കേട്ട് ഇരിക്കുകയായിരുന്നു. ഒരാൾക്ക് UK ഉണ്ടായിട്ടുള്ള അനുഭവം. അപ്പോൾ മനസ്സിൽ വിചാരിച്ചു, എന്തൊരു ഭാഗ്യമാണ് എനിക്കും അങ്ങനെ ഒരു അനുഭവം കിട്ടിയിരുന്നതിലെന്ന്. ഒരു മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഞാൻ എൻ്റെ കുട്ടിയെയും കൊണ്ട് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴെ കളിക്കാൻ കൊണ്ടുപോയി. സാധാരണ ദിവസത്തേക്കാളും അന്ന് പെട്ടെന്ന് എനിക്ക് കുട്ടിയെയും കൂട്ടി തിരിച്ചു വരേണ്ടി വന്നു. ഞാൻ വന്ന് വാതിൽ തുറന്ന് കയറി വെറുതെ ഒന്ന് സോഫയിൽ നോക്കിയപ്പോൾ അതാ അവിടെ ഒരു മഞ്ചാടിക്കുരു. ഞാൻ ആകെ കൂടി വല്ലാത്ത ഒരവസ്ഥയിലായി പോയിട്ടോ. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞ് പറയാ, അമ്മ ഇത് എനിക്ക് താഴെ നിന്ന് കിട്ടിയതാണെന്ന്. നഗരത്തിന് നടുവിൽ അവിടെ ഒരു മഞ്ചാടിക്കുരു വരിക എന്നത് എനിക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം തന്നത് എൻ്റെ ഗുരുവായൂരപ്പൻ തന്നെയാണ്. എവിടെ പോയാലും ആ മഞ്ചാടിക്കുരു എൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ സർവം കൃഷ്ണാർപ്പണമസ്തു. 30 വർഷത്തിന് ശേഷമാണ് ഞാൻ മലയാളം എഴുതുന്നത്. തെറ്റുകൾ ക്ഷമിക്കണം. ഒരു തെറ്റുണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ പിന്നെ ഈ ഫ്ലാറ്റിന് നടുക്ക് എവിടുന്നാണ് ഈ മഞ്ചാടിക്കുരു വന്നത് എന്നും പറയാൻ പറ്റില്ല. ഭഗവാൻ അങ്ങനെ പറന്നു പോകുമ്പോൾ കേട്ടിട്ടുണ്ടാവും, ദാ ഒരമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഗരുഡനായിരിക്കും ചിലപ്പോൾ കൊണ്ടുവച്ചിട്ടതില്ലേ. പോകുന്ന വഴിക്ക് അങ്ങേരെ പുറത്താണല്ലോ സഞ്ചാരം. അങ്ങനെയൊക്കെ നമുക്ക് സങ്കല്പിച്ച് നോക്കുമ്പോൾ നമുക്ക് വേണ്ടി ഭഗവാൻ ഇങ്ങനെ വരുന്നത് ആലോചിച്ച് നോക്കുക. എന്തൊരു കഥയാ, എന്താ പറയേണ്ടത്, ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. അങ്ങനെ പറ്റുന്നവർക്കൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. നമ്മൾ കുറേ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും സമ്മാനങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.